നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലാവതാരം എന്ന 14-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവാപി പുത്രീഹി കപിലഞ്ജസുതം സ്വമേവ പശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഹു. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ധുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവ അഭി പുത്രീഹി കപിലം ച സുതം സ്വം ഏവ പശ്ചാത് സ്വഗതിം ച അഭി അനുഗൃഹ്യ നിർഗതഃ അഭൂഹു. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ധുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവ അഭി പുത്രീഹി സ്വം ഏവ കപിലം ച സുതം പശ്ചാത് സ്വഗതിം ച അനുഗൃഹ്യ നിർഗതഃ അഭൂഹു. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ആനന്ദാതിരേകത്തോടെ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ കർദമനി മനുവിൻ്റെ പുത്രിയായ ദേവഹൂതി എന്ന പത്നിയെയും 9 പുത്രിമാരെയും അങ്ങയുടെ തന്നെ അംശജനായി കപിലൻ എന്ന പുത്രനെയും വരമായി നൽകിക്കൊണ്ട് അവസാനം പരമമായ മോക്ഷഗതി പ്രാപിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. നമസ്തേ.